Hi friends, welcome to Shami's Tips and Reviews. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഞാൻ കിച്ചണിലെ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്രേറ്ററിനെ കുറിച്ചാണ്. എന്നാൽ ശരി അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലൊരു ഗ്രേറ്ററിലാണ് ഞാൻ കിച്ചണിൽ മിക്കവാറും എല്ലാ പച്ചക്കറികളും കട്ട് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഗ്രേറ്ററാണിത്. ഒരുപാട് നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണിത്. ഇതുവരെയും അതിൻ്റെ ഷാർപ്പനിങ്ങിൻ്റെ കംപ്ലൈൻറ്റോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വളരെ പ്രൈസ് കുറഞ്ഞിട്ടുള്ള ഒന്നാണിത്. മിക്കവാറും സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിലും എല്ലാം കിട്ടുന്ന ഒന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഗ്രേറ്ററിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മുകളിൽ കാണുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബ്ലേഡാണ്. തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് നമ്മൾ സാധാരണ മിക്കവാറും എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സവാള ആയാലും ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാനൊക്കെ ഈ ബ്ലേഡ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് നമ്മൾ തിരിച്ചു വെച്ചാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇതിലെന്തെങ്കിലും കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കൈ ഷാർപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ട് പുറകിലായിട്ട് അവരത് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ഇതിലാണ് ക്യാരറ്റൊക്കെ നീളത്തിൽ വലിയ സൈസായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് വലുതായിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ഒന്ന് ചെറുതാണ്, ചെറിയ രീതിയിൽ നമ്മൾ ഇപ്പം ബീട്രൂട്ട് ക്യാരറ്റ് ഇതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. കുറച്ചുകൂടി വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ വീണ്ടും ഒരു ബ്ലേഡ് കൂടി ഉണ്ട് ഇതിൽ, അത് താഴെ ആയിട്ടാണുള്ളത്. ഇതിലൂടെ നമുക്ക് ക്യാരറ്റൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇടാം റൗണ്ട് ഷേപ്പിൽ. അങ്ങനെ ഒരു ബ്ലേഡ് കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 6 ബ്ലേഡ്സ് ആണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഈ ഗ്രേറ്ററിൻ്റെ ഷാർപ്പനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ക്യാരറ്റ് ചെറിയ ഗ്രേറ്ററിലൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. നമ്മൾ എങ്ങനെയാണോ ഇത് പിടിച്ച് ഗ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും നമുക്കിത് ചെറുതായിട്ട് വരുന്നതും. ഇതിപ്പോൾ നല്ല ചെറിയ രീതിയിലാണ് നമുക്ക് ക്യാരറ്റ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ വലിയ സൈഡിൽ വെച്ച് നമ്മളിത് ഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ചരിച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നീളത്തിലായിരിക്കും ഇത് ഗ്രേറ്റ് ചെയ്ത് വീഴുന്നത്. ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ക്യാരറ്റ് മാത്രമല്ല, ഈ കുക്കുംബർ ഇതെല്ലാം നമുക്ക് നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 ഗ്രേറ്ററും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബ്ലേഡാണിത്. ഇപ്പോൾ നമ്മൾ വീട്ടിലെ കറിയൊക്കെ വെക്കാനാണെങ്കിൽ എപ്പോഴും സവാള അത്യാവശ്യമായിട്ട് വരും. എപ്പോഴും ഞാൻ ഇതിലാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ കത്തി വെച്ചിട്ട് അരിഞ്ഞാൽ പോലും ഇത്രയും സ്പീഡിലും ഇത്രയും നൈസായിട്ട് തിന്നായിട്ട് നമുക്ക് കിട്ടില്ല. അത്രയ്ക്കും സ്പീഡിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ സവാള ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് ഒരുപാട് വേസ്റ്റാക്കി കളയുന്നില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. വട്ടത്തിൽ അരിയണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഈ ഗ്രേറ്റർ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബ്ലേഡാണിത്. ഇതിപ്പോൾ നല്ല തിന്നായിട്ട് നമ്മുടെ സവാള എല്ലാം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പച്ചമുളകെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം ഇതുപോലെ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തോ സ്ലൈസ് ചെയ്തോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ട് നമുക്കത് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഏത് വെജിറ്റബിൾ ഇതിലൂടെ സ്ലൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നല്ലതുപോലെ തിന്നായിട്ട് നമുക്കത് കിട്ടും. ക്യാബേജ് എല്ലാം നല്ല തിന്നായിട്ട് നൈസായിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ കത്തി വെച്ച് സ്ലൈസ് ചെയ്താൽ പോലും ഇതുപോലെ കിട്ടില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയായിട്ട് കിട്ടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഗ്രേറ്ററാണ്. ഈ ഗ്രേറ്റർ ഞാൻ 70 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇപ്പം മാർക്കറ്റ്സിൽ പല ടൈപ്സിൽ ഗ്രേറ്റേഴ്സ് ഉണ്ടെങ്കിലും പ്രൈസ് റേഞ്ചിൽ എനിക്കിത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ ഗ്രേറ്റർ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്നാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻസിലൂടെ എന്നെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ്.